ഹായ്, എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ നമുക്ക് ഉഴുന്നില്ലാണ്ട് ഒരു ദോശ ഉണ്ടാക്കിയാലോ? അപ്പോൾ ദോശയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഓട്സ്, തൈര്, റവ, അതേപോലെ തന്നെ അരിപ്പൊടി. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ ദോശ ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് ഓട്സ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/4 കപ്പ് അരിപ്പൊടി, 1/4 കപ്പ് റവ, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാതും നല്ലതുപോലെ മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിലേക്ക് 1/2 കപ്പ് തൈര്, ഞാനെല്ലാതും അളവ് ഗ്ലാസ്സാണ് ഉപയോഗിക്കുന്നത്. 1/2 കപ്പ് തൈര് നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലിട്ടിട്ട് അതിനാവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേണം. ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് ഈ ബാറ്റർ തയ്യാറാക്കുന്നത്. അരച്ചെടുത്ത് കഴിഞ്ഞ് നല്ല തിക്ക് കൺസിസ്റ്റൻസി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ലൂസാക്കാൻ കുറച്ചും കൂടി വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ശരിക്കും ദോശമാവിൻ്റെ പോലെയാണ് തോന്നിക്കുക. വേറെ നല്ല പൊന്തിയിട്ടുള്ള നല്ല ദോശമാവ് നമ്മൾ തലേദിവസം അരച്ച് വെച്ചിട്ട് എടുക്കില്ലേ, അതേപോലെ ഫീൽ ചെയ്യുക. പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുക ഈ അരച്ച മാവിലേക്ക്. പിന്നെ നമുക്ക് അപ്പം തന്നെ അരച്ചുണ്ടാക്കണതായാലും ശരിക്കും നല്ല ദോശ ഉണ്ടാക്കണ പോലെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിനായിട്ട് ഞാനൊരു ചട്നിയും കൂടി അരച്ചു. ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, നാളികേരം കൂടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ ദോശമാവ് ഉണ്ടാക്കാനായിട്ട് ഉഴുന്ന് ചേർത്തിട്ടില്ല. ആ കൂടി ചേർത്തിട്ടുള്ളത് ഓട്സ്, റവ, അരിപ്പൊടി, തൈര്. ഈ എല്ലാ ചേരുവകളും ചേർത്ത് വെള്ളം ഒഴിച്ച് മിക്സിയിൽ നല്ലതുപോലെ അരച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരയ്ക്കും. ഓക്കെ, ബൈ.